അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. എന്തുകൊണ്ടും അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് നൽകുന്ന സദസ്സാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിന്റെ അവസാനം ദ്വാരക്കും. നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ 6ാമത്തെ രാവിലാണുള്ളത്. നാളെ 6ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മൗലിദ് കഴിഞ്ഞിട്ട് ഒരു ചീരണി പോലെ, ഒരു ഒജീനം, ചീരണി പല പേരിലും പറയുമല്ലോ, പല നാട്ടിലും, എന്തെങ്കിലും ഒരു മധുരം നമ്മുടെ പള്ളിയിലേക്ക് കൊടുത്തുവിടാൻ ഉമ്മമാർ മറന്നു പോകരുത്. അത് വല്ലാത്തൊരു ഖൈറാണ്. അത് ഇനി നിങ്ങൾ ഈ അപ്പം, ചില സ്ഥലത്ത് വട്ടയപ്പം എന്ന് പറയും, ചില സ്ഥലത്ത് പൊങ്ങപ്പം, അങ്ങനെ പല പല പേരുകൾ പറയാറുണ്ട്. മുറിച്ചിട്ട് നമ്മളിങ്ങനെ കഴിക്കുന്ന, അല്ലെങ്കിൽ ഉണ്ണിയപ്പോ, നെയ്യപ്പവോ, ഉഴുന്നുവടയോ, സമൂസയോ, ഉന്നക്കായോ, എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഒരല്പം ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുത്താലും മതി. അത് വലിയൊരു ഖൈറാണ്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പായസമോ, അത് പരിപ്പിൻ്റെ പായസമാവട്ടെ, സേമിയ പായസമാവട്ടെ, എന്താണെങ്കിലും അതൊന്ന് നമ്മുടെ ഒരു ദിവസത്തെ ചീരണി നമുക്ക് പള്ളിയിലേക്ക് കൊടുത്താൽ, ഒരു 10 ചിലപ്പോൾ 50 പേരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 40 പേരും 30 പേരൊക്കെ ഉണ്ടാകും. പല പള്ളികളിലും പല രൂപത്തിലാണ്. അത് നമ്മളൊന്ന് കൊടുത്താൽ അത് വലിയൊരു ഖൈറാണ്. ആരൊക്കെ കുടിക്കുന്നുണ്ടോ അവരുടെ ഒരു ബിസ്മിയും ഹംദും കിട്ടിയാൽ നമുക്കതും അത് രക്ഷപ്പെടാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ്, മാത്രമല്ല നമ്മുടെ ഈ മജ്ലിസ് ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചൊല്ലുന്ന മജ്ലിസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളും ഈ മജ്ലിസ് കഴിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കൽ പ്രത്യേകം നല്ലതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ആ മജ്ലിസിന്റെ ആ ഒരു ബറക്കത്തിന് വേണ്ടിയാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ മജ്ലിസിൽ ചൊല്ലുന്ന ഈ മൗലിദിന്റെ ഈ ഒരു ഫലം അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇന്നും പാരായണം ചെയ്യുന്നത് മങ്കൂസ് മൗലിദിന്റെ 5ാമത്തെ ഹിക്കായത്തും അതിനുശേഷമുള്ള ബൈത്തുമാണ്. ശേഷം കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ മജ്ലിസിന് അല്ലാഹു തആല വലിയ ഖൈറിന്റെ, വലിയ സലാമത്തിന്റെ, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്ലിസാക്കി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇലാ ഹദ്റത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. بسم الله الرحمن الرحيم. قال علي بن زيد رحمه الله تعالى: كان إلى جانبي رجل ذمي وكنت في شهر ربيع الأول أدعو الفقراء وأعمل مولدا للنبي صلى الله عليه وسلم، فقال لي ذلك الذمي: لما تفعل في هذا الشهر دون غيره؟ فقلت: فرحا بمولد رسول الله صلى الله عليه وسلم لأنه ولد في هذا الشهر. فجعل يهزأ بي فعز علي ذلك، وجدت من ذلك أمرا عظيما. فلما نمت في تلك الليلة رأيت رسول الله صلى الله عليه وسلم في المنام، فقال لي: ما بك؟ فأخبرته بخبري مع الذمي، فقال: لا تهزن فإنه يأتي إليك غدا وهو مؤمن. قال: فاستيقظت وقد تزايد وجدي وأنا أنتظر إنجاز وعدي والسحب المدامع قد جرت على خدي، وإذا بالباب يترك والذمي يقول: افتح، فقد زال صدى قلبي. إن كان الحبيب قد كان عندك فالبارحة
البارحة قد كان عندي قال ففتحت له الباب فدخل وهو يقول لا إله إلا الله محمد رسول الله صلى الله عليه وسلم فقلت له ما شأنك قال رأيت الليلة رجلا حسن الوجه طيب الرائحة عظيم الهيبة عزج الحاجبين سهل الخدين إذا تكلم فعليه البهاء وإذا صمت فعليه الوقار حلو المندك إذا طلع تقول هذا البدر المنير وإذا مشى يفوح منه المسك والعنبر ما أحسن وجهه وما أطيب رائحته فأردت أن أقبل يديه قال أتقبل يدي وأنت على غير ديني فقلت من أنت الذي من الله علي بك قال أنا الذي أرسلت رحمة للعالمين أنا سيد الأولين والآخرين أنا محمد صلى الله عليه وسلم خاتم النبيين ورسول رب العالمين فقلت لا إله إلا الله محمد رسول الله صلى الله عليه وسلم ففتح يديه وعانقني ثم قال هذه الجنة وذاك القصر لك فقلت ما علامة ذلك قال أن تموت غدا قال صاحب الحكاية فبينما هو يحدثني وإذا بالباب يترك وقائل يقول إن كنت أنت خليت يوما باللقاء زال الجفا عنا وقد زال الشقاء فقلت له من هؤلاء قال زوجتي وابنتي قال فدخلتا وهما تقولان لا إله إلا الله محمد رسول الله صلى الله عليه وسلم فقال لهما كيف إيمانكما قالتا رأيناه كما رأيت رأي العين وإن كان وعدك بقصر فقد وعدنا بقصرين قال فمات الرجل في الوقت وفي الغد ماتت ابنته وفي اليوم الثالث ماتت زوجته رحمهم الله تعالى ورحمنا معهم الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي أحيا ربيع القلب شهر المولد كل الأنام بذكر مولد أحمد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي جاءت لمولده الشريف بشائر وخوارق العادات ليلة مولدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي آياته والمعجزات كثيرة شهدت بصحتها عقول الحسد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي البدر شك بأمره والشمس إذ غربت له ردت بغير تردد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي والوحش والأشجار كالسجدت له وعليه كالسلمن بعد تشهد
هدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ومن اليسير سقى وأطعم جيشه حتى اكتفوا ويسيره لم ينفدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد يا ربي صل على النبي محمد منزل الخلائق من جهنم في غدي أوصافه ما يمدهي تعدادها فالمدح يقصر عن بلوغ المقصد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي قد حل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ما لي سوى حبي لديك وسيلة فامنن علي بفضل جودك أسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي إني نزيلك والنزيل لديك يا خير الأنام بكل خير يغتدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അൽഹംദുലില്ലാഹ് നമ്മുടെ മൗലിദ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിനി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇത് റബീഉൽ അവ്വൽ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്ന കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ കുറച്ച് ദിക്ർ നമ്മൾ ചൊല്ലുന്ന സാധാരണ ദിക്ർ ആ ദിക്റും ഇച്ചിരി സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കോ. സാധാരണ നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയല്ലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ
وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد صلاة الفاطمي നമ്മളൊക്കെ ചൊല്ലുന്നതാണ്. വളരെ കുഞ്ഞു സ്വലാത്താൻ. ഫാത്തിമ ബീവിയൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്താൻ. ചൊല്ലിയാലോ? ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി وأهله اللهم صل على النور 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 وأهله അദദു സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ
നിരവധി പ്രാവശ്യം, അതായത് 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെയാണ് ഇരട്ടി പ്രതിഫലം പറയുന്നത്. സാധാരണ മാസങ്ങളിൽ ചൊല്ലിയാൽ അങ്ങനെ, അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ചൊല്ലിയാൽ ഒന്നുകൂടി ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ആ ഇരട്ടി പ്രതിഫലം ഒന്നിച്ചു വാങ്ങണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. إن شاء الله ഇന്ന് നമുക്ക് കുറച്ച് ദിക്ർ കൂടി ചൊല്ലാം അല്ലേ. ദിക്റും ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി മൗലിദ് ഓതി സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഒക്കെ ഓതി ഇനി നമ്മൾ ദുആ രക്കുമ്പോൾ എന്തിനാണ് അല്ലാഹു തആല ദുആ സ്വീകരിക്കാതിരിക്കുന്നത് അല്ലേ? എന്തായാലും റബ്ബ് സ്വീകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ രക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വല്ലുമ്മമാര് വല്ലുപ്പമാരൊക്കെ അവർ സ്വന്തമായി പറയുകയും മക്കളെ കൊണ്ട്, കൊച്ചുമക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് അവർ പറയിപ്പിക്കുകയും ചെയ്തിരുന്ന ദിക്റാണ്. അതെന്താ പറയാ, അതൊരു അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും അക്ഷര പിശകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു കരുണാവാരിധിയാൻ പടച്ചവൻ പുറത്തു തന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ
എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ മൗലിദ് ഓതിയാൽ എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടുന്നുണ്ടോ അത് മുഴുവനും റബ്ബ് തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ എല്ലാവർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ ദുആയിന്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناكع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق محمد وآله الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതി രാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മൗലിദിന്റെ മജ്ലിസിനെ നീ പരിപൂർണമായി ഖബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓതിയതിലും പറഞ്ഞതിലും എന്തെങ്കിലും അബദ്ധങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ എല്ലാം മിസ്ൽ സവാബ് അല്ലാഹുവേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്കും അതുപോലെ മുഴുവൻ അമ്പിയാക്കന്മാരുടെ ഹളറത്തിലേക്ക് അതുപോലെ അതിനുശേഷം കടന്നു വന്ന അല്ലാഹുവേ മുഴുവൻ സ്വഹാബിമാരുടെ ഹളറത്തിലേക്കും മുഴുവൻ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ
ഞങ്ങളുടെ മുൻഗാമികൾ, ഞങ്ങളുടെ കാരണവന്മാർ ആരെല്ലാം മരണപ്പെട്ടോ എല്ലാവരുടെയും ഖബറിടത്തിലേക്ക് റഹ്മാനെ ഞങ്ങൾ ഓതിയതും പറഞ്ഞതുമായ മുഴുവൻ നല്ല കാര്യത്തിന്റെയും ഒരു സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മുഅ്മിനീങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ പുണ്യമായ ഈ ഒരു സമയത്ത് റഹ്മാനെ, ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളെ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം നിനക്കറിയാം, എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. ആരൊക്കെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ റഹ്മാനെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദും നീ ഹസുലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്നും നീ കരകയറ്റണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ആരൊക്കെ ചികിത്സയിലായി വീടുകളിൽ കഴിയുന്നോ, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നോ, ഓപ്പറേഷന് വിധേയമാകുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട്, ശരീരത്തിലെ പല സ്ഥലത്തു നിന്നും കുത്തിയെടുത്തിട്ട് റഹ്മാനെ ടെസ്റ്റിന് അയച്ചവരുണ്ട്, അത് കാത്തിരിക്കുന്നവരുണ്ട്, റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഒരു മാരകമായ അസുഖവും ഞങ്ങൾക്കോ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ നീ തരല്ലേ അല്ലാ. എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നീ നല്ല ജോലി കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആൺ പെണ്ണുങ്ങളുണ്ട്, റഹ്മാനെ അവർക്ക് നീ ഖൈറായ ഇണകളെ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നു, വാടക വീട്ടിലാണ്, റഹ്മാനെ സ്വന്തമായി വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പത്തിലാക്കി തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരാണ്. അവർക്ക് നീ സലാമത്തും ഖൈറും കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അവരുടെ പരീക്ഷാ കാലമാണ്, നീ പരീക്ഷകൾ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കളിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന കാലമാണ്. കഞ്ചാവ് വലിച്ചിട്ട് അതുപോലെ മോശത്തരങ്ങൾ ചെയ്തിട്ട് കൂട്ടുകൂടിയിട്ട് അല്ലാഹുവേ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും സഞ്ചരിക്കുന്നത്. റഹ്മാനെ, എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന നല്ല സൽസന്താനങ്ങളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അവരുടെ ശരീരത്തിൽ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ഉമ്മയും ഞങ്ങളുടെ ഭാര്യമാരും. റഹ്മാനെ, ആ ഉമ്മമാർക്കും ഭാര്യമാർക്കും അതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ, ഐശ്വര്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട് നീ സ്വർഗ്ഗ തുല്യമാക്കണേ അല്ലാ. കുടുംബജീവിതത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് മുത്തുനബിയോടുള്ള സ്നേഹം നീ അധികരിപ്പിച്ചു തരണേ അല്ലാ. സ്നേഹിക്കാൻ അല്ലാഹുവേ, സ്വലാത്ത് ഒരുപാട് ചൊല്ലാൻ, മദ്ഹുകൾ പറയാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ മദ്രസയിലെ പരിപാടികളൊക്കെ പങ്കെടുക്കുകയാണ്, നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവർക്ക് നല്ല രൂപത്തിൽ പരിപാടികൾ അവതരിപ്പിക്കാനും അല്ലാഹുവേ നല്ലതുപോലെ മനപ്പാടമാക്കി ഉന്നതമായ സ്ഥാനങ്ങളിലെത്തുവാനും ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലി 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 ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് താമസിയാതെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ മുത്ത് ഹബീബിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ, വരുന്ന വർഷം ഹജ്ജിന് പോവാൻ വേണ്ടി ഒരുപാട് പേര് അപേക്ഷ കൊടുക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഖൈറായ നിലയിൽ ഹജ്ജും ഉംറയും ചെയ്തിട്ട് വരാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ, ആക്സിഡന്റുകൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ പള്ളികളിൽ നടക്കുന്ന മൗലിദ് സദസ്സിലേക്ക് ചീരണി കൊടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ നീ എല്ലാവിധ സമാധാനവും കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, വയനാടിലും അതുപോലെ തന്നെ ഫലസ്തീനിലും ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് സഹോദരിമാരെ സഹോദരങ്ങളെ കഷ്ടപ്പാടിലാണ്. അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. മഴയില്ലാത്ത സ്ഥലങ്ങളുണ്ട്, ഖൈറായ മഴ നീ കൊടുക്കണേ അല്ലാ. മഴ അധികമായ സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നും ആ മഴ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രകൃതി നീ അനുകൂലമാക്കി തരണേ അല്ലാ. പടച്ചവനെ, സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത കാലമാണ്. ഒരുപാട് മോശത്തരങ്ങൾ കൂടി വരുന്ന കാലമാണ്. ഒരുപാട് മോശപ്പെട്ട വാർത്തകൾ കേൾക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. ഞങ്ങളെ എല്ലാവരെയും അത്തരത്തിലുള്ള ആ വലിയ മോശത്തരങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മൗലിദിന്റെ, നമ്മുടെ സ്വലാത്തിന്റെ, അദ്കാറിന്റെ മജ്ലിസ് ആയിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തആല മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.